ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കണ്ട മീൻ ചാളയെല്ലാം കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചേ എടുത്തിട്ടുള്ളൂ, ബാക്കി വീട്ടിലെടുത്ത് 2 കൂട്ടരും കൂടാണ് എടുത്തത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് മാങ്ങയും കൂടെ അരിഞ്ഞ് 2-3 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. കറി അലക്കാൻ നേരത്തെ ഇതിട്ട് ഇളക്കണം. പിന്നെ തേങ്ങ ഒരു മുറി എടുത്തിട്ടില്ല, പകുതിയേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടോ, 1 കരണ്ടി മല്ലിപ്പൊടി, 2 കരണ്ടി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. 2-3 കൊച്ചുള്ളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അരയ്ക്കാൻ നേരത്ത്. ഞാൻ അരപ്പ് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കലക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഇനി ഇത് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു പൊരിക്കുക. അപ്പം അത് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് മിക്സ് ചെയ്തത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരപ്പരയ്ക്കാൻ നേരത്ത് പുളി ചേർത്തിട്ടില്ല, കാരണം മാങ്ങയും തക്കാളിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല പുളി കാണും. ഇനി നമുക്ക് കറി നല്ലോണം തിളച്ചതിന് ശേഷം നമ്മളെ മീൻ ഇട്ട് കൊടുക്കാം. ഇരുമ്പേട്ടി ആയതുകൊണ്ട് നമുക്ക് എണ്ണ അധികം പിടിക്കത്തില്ല, കുറച്ച് എണ്ണ മതി പൊരിച്ചെടുക്കാം. കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് മീനിടാം. ഇത് നമുക്ക് അടച്ചു വെക്കാം. 10-15 മിനിറ്റ് ഇന്ന് വേവട്ടെ. അങ്ങനെ നമ്മളെ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, മീനും വെന്ത് വന്നിട്ടുണ്ട് പൊരിച്ചത്. അപ്പോൾ ഇച്ചിരി അവസാനമായിട്ട് കടുക് വറുത്ത് കൊടുത്താൽ മതി. എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട്, പിന്നെ അതിന് ശേഷം നമ്മൾ ഇച്ചിരി കൊച്ചുള്ളിയും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം.